നമസ്കാരം. പ്രധാന വാർത്തകൾ. പാതിവില തട്ടിപ്പ് കേസ്. അറസ്റ്റ് ഭയന്ന് ആനന്ദകുമാർ രാജ്യം വിട്ടു. പാതിവില തട്ടിപ്പ് കേസിൽ NGO കോൺഫെഡറേഷൻ മുൻ ചെയർമാനും സായിഗ്രാം ഗ്ലോബൽ ട്രസ്റ്റ് ചെയർമാനുമായ KN ആനന്ദകുമാറിനെയും കോൺഫെഡറേഷന്റെ ബോർഡ് അംഗങ്ങളെയും പ്രതി ചേർക്കാനുള്ള നടപടികളിലേക്ക് പോലീസ്. പിന്നാലെ ആനന്ദകുമാർ ഒളിവിലാണെന്നാണ് സൂചന. പരാതിക്കാർ ശാസ്തമംഗലത്തുള്ള വീട്ടിലെത്തിയപ്പോൾ ഇയാൾ വീട് പൂട്ടിപ്പോയിട്ട് ദിവസങ്ങളായതായാണ് അറിഞ്ഞത്. ഫോണിൽ വിളിച്ചിട്ടും ബന്ധപ്പെടാനായില്ല. കിണറ്റിൽ വീണ കാട്ടുപന്നിയെ കൊന്ന് കറി വെച്ച് കഴിച്ചു. 4 പേർ കസ്റ്റഡിയിൽ. കോഴിക്കോട് വളയം കുറുവന്തേരിയിലാണ് സംഭവം. എലക്കുന്നുമൽ സ്വദേശികളായ ബിനു, റീനു, ജിഷ്ണു, അശ്വിൻ എന്നിവരാണ് വനംവകുപ്പിന്റെ പിടിയിലായത്. പ്രതികളുടെ വീട്ടിൽ നിന്ന് പാകം ചെയ്ത പന്നിയിറച്ചിയും പിടികൂടി. തൃശൂരിൽ യുവാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തി. വല്ലക്കുന്ന് മൂരിയാട് റോഡിൽ വലക്കുന്ന് ചിറയിലാണ് യുവാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ആളൂർ സ്വദേശി കോക്കാട്ട് വീട്ടിൽ കോളിൻസ് ആണ് മരിച്ചത്. ഇന്നലെ രാത്രി ഇരുചക്ര വാഹനത്തിൽ പെട്രോൾ അടിക്കുന്നതിനായി വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ് യുവാവ്. വീട്ടിൽ തിരിച്ചെത്താത്തതിനെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് യുവാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. സംഭവത്തെ തുടർന്ന് ആളൂർ പോലീസ് സ്ഥലത്തെത്തി ഇൻക്വസ്റ്റ് നടപടികൾ സ്വീകരിച്ചു. ഇൻക്വസ്റ്റിന് ശേഷം മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി കൊണ്ടുപോകും. മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് പോൾ കോക്കാട്ടിന്റെ മകനാണ് കോളിൻസ്. പോലീസിന് നേർക്ക് അതിഥി തൊഴിലാളിയുടെ ആക്രമണം. യൂണിഫോം വലിച്ചു കീറി. SIയുടെ തലയിൽ 7 സ്റ്റിച്ച്. അക്രമാസക്തനായ പ്രതി SIയുടെ തലയിൽ കല്ലെറിഞ്ഞ് പരിക്കേൽപ്പിച്ചു. എറണാകുളം തൃക്കാക്കര ASI ഷിബി കുര്യനാണ് പരിക്കേറ്റത്. ഷിബിന്റെ തലയിൽ 7 സ്റ്റിച്ച് ഇട്ടിട്ടുണ്ട്. ഇതര സംസ്ഥാനക്കാരനായ പ്രതി ധനഞ്ജയനെ പോലീസ് പിടികൂടി. തൃക്കാക്കര DLF ഫ്ളാറ്റിന് സമീപം മദ്യപിച്ച് ലക്കുകെട്ടയാൾ വാഹനങ്ങൾ തടയുകയും റോഡിൽ പരാക്രമം കാട്ടുകയും ചെയ്തറിഞ്ഞാണ് പോലീസ് സംഘം സ്ഥലത്തെത്തിയത്. തുടർന്ന് പ്രതി പോലീസ് സംഘത്തിന് നേർക്ക് പാഞ്ഞെടുത്തു. പോലീസുകാരുടെ യൂണിഫോം വലിച്ചു കീറി. പോലീസുകാരുടെ വിസിൽ ഉപയോഗിച്ച് മർദ്ദിച്ചു. തുടർന്ന് റോഡിൽ കിടന്ന കല്ലെടുത്ത് SIയുടെ നേർക്ക് എറിയുകയായിരുന്നു. പ്രാഥമിക ചികിത്സയ്ക്ക് ശേഷം ASI ആശുപത്രിയിൽ നിന്നും ഡിസ്ചാർജ് ചെയ്തു. പഞ്ചാബിലെ AAP സർക്കാർ പ്രതിസന്ധിയിൽ. 30 MLAമാർ കോൺഗ്രസിൽ ചേരാൻ നീക്കം. ഡൽഹിയിലെ തോൽവിക്ക് പിന്നാലെ ആം ആദ്മി പാർട്ടിക്ക് തിരിച്ചടിയായി പഞ്ചാബിലും ഭിന്നതയെന്ന് റിപ്പോർട്ട്. പഞ്ചാബിലെ 30 AAP MLAമാർ കോൺഗ്രസിലേക്ക് കൂറുമാറാൻ തയ്യാറായി നിൽക്കുകയാണെന്നാണ് വിവരം. ഈ സാഹചര്യത്തിൽ മുഖ്യമന്ത്രി ഭഗവത് മാൻ AAP നേതാവ് അരവിന്ദ് കെജ്രിവാളുമായി നാളെ കൂടിക്കാഴ്ച നടത്തും. AAP MLAമാരെയും മന്ത്രിമാരെയും കെജ്രിവാൾ ഡൽഹിയിലേക്ക് വിളിപ്പിച്ചിട്ടുണ്ട്. പഞ്ചാബ് നിയമസഭാ പ്രതിപക്ഷ നേതാവ് പ്രതാപ് സിംഗ് ബജ്വായാണ് 30 AAP MLAമാർ കോൺഗ്രസിലേക്ക് വരാൻ സന്നദ്ധത അറിയിച്ച് ബന്ധപ്പെട്ടിരുന്നതായി വെളിപ്പെടുത്തിയത്. ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം AAPയുടെ അവസാനത്തിന്റെ സൂചനയാണെന്നും ബജ്വ പറഞ്ഞു.